സ്വാഗതം വിദ്യാർത്ഥികളെ. SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ ഹോറിസോണ്ടൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് എങ്ങനെ ചെയ്യാമെന്ന് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇവ ചെയ്യാൻ കഴിയും. ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രക്രിയയ്ക്കും ആവശ്യമായ ശരിയായ ഇലക്ട്രോഡുകൾ തിരഞ്ഞെടുക്കുക. കോർണർ ജോയിന്റിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ പ്ലേറ്റുകളെ തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ടാക്ക് വെൽഡ് SMAW ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് വെൽഡ് ചെയ്യുക. കുഴപ്പങ്ങൾ കണ്ടെത്താനായി വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, ബ്രിക്ക് പഞ്ച്, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീൻ, സി ക്ലാമ്പ്. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന് മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് ചെയ്യാനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 mm കട്ടിയുള്ള 2 MS പ്ലേറ്റുകൾ മുറിച്ചെടുക്കുക. 150 mm നീളവും 50 mm വീതിയുമുള്ള ഇവയുടെ അരികുകൾ ഫയൽ ചെയ്ത് സ്ക്വയർ ആണോ എന്ന് പരിശോധിക്കുക. ബറുകൾ നീക്കം ചെയ്യുകയും ചെയ്യുക. കോർണർ ജോയിന്റിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ പ്ലേറ്റുകളെ ക്രമീകരിക്കുക. ശരിയായ റൂട്ട് ക്യാപ്പിലൂടെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ 2 അറ്റവും ടാക്ക് വെൽഡ് ചെയ്യുക. ചിപ്പിംഗ് ഹാമറും സ്റ്റീൽ വയർ ബ്രഷും ഉപയോഗിച്ച് ടാക്ക് വെൽഡിനെ വൃത്തിയാക്കുക. 2 mm റൂട്ട് ഗ്യാപ്പ് നിലനിർത്തുക. വെൽഡിനെ 90 ഡിഗ്രിയിൽ ക്രമീകരിച്ചിട്ട് ട്രൈ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് പരിശോധിക്കുക. കോൺട്രാക്ഷൻ മൂലം ലോഹത്തിന് രൂപഭേദം സംഭവിക്കാതിരിക്കാൻ പ്ലേറ്റുകളെ ടാക്ക് വെൽഡ് ചെയ്ത ജോയിൻറ്റിൻ്റെ ഉൾഭാഗത്തെ ആംഗിൾ അല്പമായി 88 ഡിഗ്രിയോളം കുറയുന്ന വിധത്തിൽ അത് മുന്നമേ ക്രമീകരിച്ചു വയ്ക്കുക. ഓരോ റണ്ണിനു വേണ്ടിയും ഇലക്ട്രോഡുകളെ തയ്യാറാക്കി വയ്ക്കുക. റൂട്ട് റൺ ചെയ്യാൻ വേണ്ടി 3.15 mm ഇലക്ട്രോഡും 120 amps കറണ്ടും ഉപയോഗിക്കുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും റണ്ണിനു വേണ്ടി 4 mm ഇലക്ട്രോഡും 160 amps കറണ്ടും ഉപയോഗിക്കുക. നമ്മൾ പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെക്കുറിച്ച് കണ്ടു. സുരക്ഷാ മുൻകരുതലിനായി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കുക. അടുത്തതായി SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് എങ്ങനെ വെൽഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 3.15 mm ഡയ ഇലക്ട്രോഡും 110 amps വെൽഡിംഗ് കറണ്ടും ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എഡ്ജുകൾക്കിടയിൽ ഇലക്ട്രോഡിന്റെ ആംഗിൾ 45 ഡിഗ്രിയും 70 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വെൽഡ് ലൈനിനും ഇടയ്ക്കായിരിക്കണം. അതിലൂടെ വെൽഡ് ക്രേറ്ററിന്റെ സമീപം ഒരു കീ ഹോൾ രൂപപ്പെടും. യൂണിഫോം ഫ്യൂഷനും ശരിയായ റൂട്ട് പെനട്രേഷനും കിട്ടാൻ വേണ്ടി ഒരു ഷോർട്ട് ആർക്ക് നിലനിർത്തുക. ഡീസ്ലാഗ് ചെയ്ത് റൂട്ട് ബീഡ് നന്നായി വൃത്തിയാക്കുക. 4 mm മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡും 160 ആംപിയർ കറണ്ടും ഉപയോഗിച്ച് സെക്കൻഡ് റൺ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ചെറിയ തോതിൽ വീവിംഗ് മോഷൻ ഉപയോഗിച്ച് ഇലക്ട്രോഡിൻ്റെ ആംഗിൾ അപ്പർ പ്ലേറ്റിലേക്ക് 55 മുതൽ 65 ഡിഗ്രിയായി കുറയ്ക്കുക. ഇലക്ട്രോഡിൻ്റെ ആംഗിൾ അപ്പർ വെർട്ടിക്കൽ പ്ലേറ്റിൻ്റെ 95 മുതൽ 105 ഡിഗ്രിയായി ചെറിയ തോതിൽ വീവിംഗ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് തേർഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ശരിയായ ത്രോട്ട് തിക്നെസ് നിലനിർത്താൻ തേർഡ് റൺ ചെയ്യുമ്പോൾ ബോട്ടം ടോ ലൈനിൽ വിടവുണ്ടാകാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കുന്നത് 2 പാസ് ടെക്നിക്ക് ആണെങ്കിൽ സെക്കൻഡ് റൺ വീവിംഗ് മോഷനിലായിരിക്കണം. ക്രേറ്റർ നിറയ്ക്കുന്നതും ഡീസ്ലാഗ് ചെയ്യുന്നതും ബീഡ് വൃത്തിയാക്കുന്നതും ഉറപ്പാക്കുക. SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന് മുകളിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് ചെയ്യുമ്പോൾ
നമ്മൾ പിന്തുടരേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ചൂടുള്ള സാധനങ്ങൾ പിടിക്കുവാൻ മൾട്ടി ലെയറുള്ള ഷോർട്ട് ആർക്ക് ലെങ്ത് നിലനിർത്തുക. ഇലക്ട്രോഡിൻ്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓവർ ഡിപ്പോസിഷനും വശങ്ങളിൽ അണ്ടർ കട്ടും ഒഴിവാക്കുക. പ്ലേറ്റിൻ്റെ വശങ്ങൾ ഉരുകുന്നത് ഒഴിവാക്കുക. സർഫസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കുവാൻ ജോയിന്റ് പരിശോധിക്കുക. പരിശോധനാ പ്രക്രിയയിലൂടെ കണ്ടെത്താനാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. ഓവർ ഡിപ്പോസിഷൻ, അണ്ടർകട്ട്. ബ്ലോ ഹോളുകൾ. porosity. Concavity. റീക്യാപ്പ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ശരിയായ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക, ഒരു കോർണർ ജോയിന്റിൽ പ്ലേറ്റുകളെ സെറ്റ് ചെയ്യുക, ഒരു ഷോർട്ട് ആർക്ക് ഉപയോഗിച്ച് കോർണർ ജോയിന്റ് വെൽഡ് ചെയ്യുക, പുറമേ ഉള്ള ഭാഗത്ത് ഡിഫക്ട്സ് ഉണ്ടോ എന്നറിയാൻ വെൽമെൻസ് പരിശോധിക്കുക.